ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും. സഹകരണ മേഖലയിലെ അഴിമതി ശക്തമായി തടയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരായ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി ആർ ബിന്ദു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് സഖ്യം ഇന്നിറങ്ങും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മുംബൈക്ക് 190 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളുടെ അവസാന ദിനം കൂടിയാണ് ഇന്ന്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ അയോധ്യയിലെത്തും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി പ്രദേശത്തെ സുരക്ഷ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി അയോധ്യയുടെ അതിർത്തികൾ അടച്ചു. പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സരയൂ നദിയിൽ വാട്ടർ പോലീസിനെ വിന്യസിച്ചു. പ്രദേശത്തെ കെട്ടിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമാപന ദിവസമായ ഇന്ന് വിവിധ പുണ്യനദികളിലെയും ജലാശയങ്ങളിലെയും ജലം കൊണ്ടുള്ള വിഗ്രഹ സ്നാന ചടങ്ങ് നടക്കും. വാസ്തുശാന്തി അനുഷ്ഠാനത്തോടൊപ്പം നിരവധി ഹോമങ്ങളും പൂജകളും മറ്റ് പ്രധാന ചടങ്ങുകളും ഇന്ന് നടക്കും. അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ രാമക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. ഇന്ന് ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിച്ചു. ഇന്നലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിലും രാമേശ്വരം ശ്രീ അരുൾമിഗു രാമനാഥസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനവും പൂജയും നടത്തിയിരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായതും വ്യാജവുമായ വാർത്തകളും ഉള്ളടക്കവും പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാധ്യമ സ്ഥാപനങ്ങളോടും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സാമുദായിക സൌഹാർദ്ദത്തിനും പൊതുക്രമത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന സ്ഥിരീകരിക്കാത്തതും പ്രകോപനപരവും വ്യാജവുമായ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണിത്. 1995 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള പ്രോഗ്രാം കോഡ് അനുസരിച്ച് മതങ്ങൾക്കോ സമുദായങ്ങൾക്കോ എതിരായ ആക്രമണമോ ദൃശ്യങ്ങളോ വാക്കുകളോ പരിപാടിയോ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തകൾ നൽകുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക മേഖലയിൽ ഇടപെടാവുന്ന കരുത്തുറ്റ സ്ഥാപനങ്ങളായി സംസ്ഥാനത്തെ സഹകരണ മേഖല മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് 9ാമത് സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏതു കാര്യത്തിലും ഇടപെടാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സഹകരണ മേഖല മാറി. ഇവിടെ കർക്കശമായ ഓഡിറ്റ് സംവിധാനമുണ്ട്. രജിസ്ട്രാറുടെ ഇടപെടൽ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമെന്ന നിലയിലേക്ക് കേരള ബാങ്ക് മാറി. ഓഹരി നിക്ഷേപത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. കേരളത്തിലെ സഹകരണ രംഗത്തെ മുന്നേറ്റത്തെക്കുറിച്ച് പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളും എത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സഹകരണ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റം നാം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇത് മാതൃകയാക്കാൻ പല സംസ്ഥാനങ്ങളും പഠിക്കുന്നു. ഇവിടെ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോ എല്ലാ ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനം. ഒരു സഹകരണ സ്ഥാപനത്തിൽ ക്രമക്കേടുണ്ടായാൽ ആ സ്ഥാപനത്തെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ തെറ്റുകാണിച്ചവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. സഹകരണ മേഖലയിലെ അഴിമതി ശക്തമായി തടയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ പ്രകാശ് ജാവ്ദേക്കർ MP പങ്കെടുത്തു. പാവപ്പെട്ട ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന സങ്കൽപ് യാത്രയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയും
പ്രകാരമുള്ള സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും വിവിധ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. വയനാട് ജില്ലയിലെ വികസിത് സങ്കൽപ് യാത്ര നാളെ സമാപിക്കും. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പുരോഗമിക്കുകയാണ്. വയനാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി തനിക്ക് ലഭിച്ച വിവിധ സഹായ പദ്ധതികളെക്കുറിച്ച് ഡയറി ഫാമിലൂടെ മികച്ച സംരംഭകയായി മാറിയ ശ്രീമതി ലില്ലി മാത്യു വിവരിക്കുന്നു. സംരംഭത്തിന് കിട്ടുന്ന ഇന്നത്തെ പദ്ധതികളെ കുറിച്ച് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയത്തില്ല. നമ്മളെപ്പോലുള്ള സാധാരണയായ ഒരു കർഷക ഒരു സംരംഭത്തിലേക്ക് കടന്ന് അതിന് ഒരു വിജയത്തിലേക്ക് സ്വാഭാവികമായിട്ട് കർഷകൻ മാത്രമല്ല ആ പ്രദേശവും ആ പ്രദേശത്തുള്ള കുറെ വ്യക്തികളും ഇന്നൊരു 24ഓളം ആളുകൾക്ക് സ്ഥിരമായി ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ്. 40% സബ്സിഡി നമുക്ക് എല്ലാ മിഷനറികൾക്കും ലഭിക്കുന്നുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. അതിനാവശ്യമായ ക്രമീകരണം നടത്തുമെന്നും കണ്ണൂരിൽ മന്ത്രി പറഞ്ഞു. പദ്ധതി രൂപീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അതിദരിദ്രർക്ക് പ്രാധാന്യം നൽകണം. 66,006 അതിദരിദ്ര കുടുംബങ്ങളെ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വർഷം നവംബറിൽ 47.8% പേരെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരെ സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി ആർ ബിന്ദു. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് അവ പരിശോധിച്ച് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നതിന് വകുപ്പ് മേധാവി ജില്ലാ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവരുടെ ഹാജർ രേഖപ്പെടുത്തേണ്ടതും ലീവുകൾ സ്പാർക്ക് വഴി നൽകേണ്ടതുമാണെന്നും മന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. തലശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ബഡ് സംസ്ഥാന കലോത്സവത്തിൽ ഇന്നലെ 14 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 28 പോയിന്റുമായി വയനാട് ജില്ല ഒന്നാം സ്ഥാനത്ത്, 26 പോയിന്റോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും 19 പോയിന്റുമായി എറണാകുളം മൂന്നാം സ്ഥാനത്തുമാണ്. കലോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സമ്മാനദാനം നിർവഹിക്കും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വോട്ട് വണ്ടി സന്ദർശിക്കും. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ഇവിഎം, വിവിപാറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതുൾപ്പെടെ സമ്മതിദായകരിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനാണ് നടപടി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം തുടരുന്നു. ഇന്ന് അരുണാചൽ പ്രദേശിലാണ് യാത്ര പര്യടനം നടത്തുക. മകരവിളക്കുത്സവത്തിന് സമാപനം കുറിച്ച ശബരിമല ക്ഷേത്ര നട അടച്ചു. രാവിലെ 5 മണിക്ക് നട തുറന്ന് മഹാഗണപതി ഹോമം നടന്നു. പിന്നീട് തിരുവാഭരണ സംഘം അയ്യനെ വണങ്ങി തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ തുടക്കമായി. നടി സുഹാസിനി മണിരത്നം മേള ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ക്ലാസിക്, ക്രൌൺ, ആലിംഗിൽ പാരഡൈസ് എന്നീ തിയേറ്ററുകളിലായി ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ എന്നീ വിഭാഗങ്ങളിൽ 31 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇവയിൽ 10 മലയാള ചിത്രങ്ങളുമുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് IFFKയിൽ പ്രേക്ഷക പ്രീതി നേടിയ ഗുഡ് ബൈ ജൂലിയ, എൻലെസ് ബോർഡേഴ്സ്, സൺഡേ, ദ ഓൾഡ് ഓക്ക്, ഫാളൻ ലീവ്സ്, ടെറസ്ട്രിയൽ വേഴ്സസ്, മിസ്റ്റർ ക്യാപ്റ്റൻ, കെയർവാൾ, ഓൾ സൈലൻസ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഓപ്പൺ ഫോറം, എക്സിബിഷൻ, കലാപരിപാടികൾ എന്നിവയും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് കക്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചു. കാട്ടുപോത്ത് ആക്രമണത്തിൽ വിനോദസഞ്ചാരികളായ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് നടപടി. ഇടുക്കി ബൈസൺ വാലിയിൽ കാട്ടുപോത്തിറങ്ങി. ജനവാസ മേഖലയായ കാക്കാക്കടയിലാണ് രാവിലെയോടെ കാട്ടുപോത്തിറങ്ങിയത്. കാക്കാക്കടയിലെ റോഡിലൂടെ എത്തിയ കാട്ടുപോത്ത് കൃഷിയിടത്തിലും സമീപത്തും തുടരുകയാണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി സഖ്യം ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ കൊറിയൻ ജോഡികളാണ് എതിരാളികൾ. തിരുവനന്തപുരത്ത് നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിനെതിരെ മുംബൈക്ക് 196 റൺസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ലീഡ്. നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 244 റൺസ് നേടിയിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ 2 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും.
സഹകരണ മേഖലയിലെ അഴിമതി ശക്തമായി തടയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരായ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി ആർ ബിന്ദു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് സഖ്യം ഇന്നിറങ്ങും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മുംബൈക്ക് 196 റൺസിന്റെ ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.